ശ്രീപത്മനാഭ നാരായണ. പത്മ വിഷ്ണു സഹസ്രനാമം അടുത്ത വരികളിലേക്ക് കിടക്കുന്നു. എന്ന് ബ്രഹ്മണ്യം, അതായത് സുബ്രഹ്മണ്യൻ എന്നുള്ള വാക്കിന്റെ അർത്ഥതലവും പിന്നീട് ധർമ്മത്തിലൂടെ എങ്ങനെ കീർത്തി വർദ്ധിക്കുന്നു എന്നുള്ള അർത്ഥവുമുള്ള വരികളാണ്. ബ്രഹ്മണ്യം സർവധർമ്മജ്ഞം ലോകാനാം കീർത്തിവർദ്ധനം. അപ്പോൾ ഭീഷ്മ പിതാമഹൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്ന വരികളാണ്. ബ്രഹ്മണ്യം, ബ്രഹ്മം എന്നാൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും വായ്ത്താരി പറഞ്ഞാലും നമ്മൾക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കാത്തൊരിടമാണ്. കാരണം ഒരു തരത്തിലും നമ്മൾ വാക്കുകളിലൂടെ എത്താൻ സാധിക്കില്ല. അപ്പോൾ എന്തിലൂടെ എത്താൻ സാധിക്കും? ധർമ്മത്തിലൂടെ മാത്രം എത്താൻ സാധിക്കുന്ന ഇടം. അപ്പോൾ സുബ്രഹ്മണ്യൻ എന്നുള്ള വാക്കിന്റെ അർത്ഥവും ഇവിടെ എത്തിച്ചേരും. സു എന്നാൽ അത്ര തേജസ്സുള്ള, നന്മയുള്ള, എന്നാൽ റൈച്ചസ് എന്ന് പറയില്ലേ, നീതിക്ക് വേണ്ടി നിൽക്കുന്ന ബ്രഹ്മത്തെ അറിഞ്ഞവനാരോ അത് സുബ്രഹ്മണ്യൻ. അപ്പോൾ ആ ബ്രഹ്മം എന്നുള്ളത് ഒരു തേജസ്സാണ്. അതിനൊരു ഉറവിടം കണ്ടെത്താൻ സാധിക്കുകയില്ല. എന്നാൽ ഇവിടെ ആ ബ്രഹ്മത്തിൽ നിന്നും അന്യമാകാത്തതിനാൽ നമ്മളും ആ ബ്രഹ്മമാകുന്നു. എന്തുകൊണ്ട് അന്യമാകുന്നില്ല? കാരണം ധർമ്മം, അതാണ് സർവധർമ്മജ്ഞം. ആ സർവ അറിവുകളും ജ്ഞാനവും എല്ലാം അടങ്ങിയ ബ്രഹ്മത്തെ എങ്ങനെ എത്താം? ധർമ്മത്തിലൂടെ. ധർമ്മജ്ഞം, ജ്ഞം എന്നാൽ സകലതും അടങ്ങിയത്, ധർമ്മത്തിൽ അടങ്ങിയത്. ധർമ്മത്തിലൂടെ പോകുമ്പോൾ എത്തിച്ചേരാം. ആ എത്തിച്ചേരുന്ന വഴി എങ്ങനെയാണ്? ലോകാനാം കീർത്തിവർദ്ധനം, സകല ലോകത്തിനും കീർത്തി വർദ്ധിപ്പിക്കുന്ന. കീർത്തി എന്ന വാക്കിന്റെ ഉദ്ഭവമായിട്ട് പറയുന്നത്, എറ്റിമോളജി എന്ന് പറയുന്നത് കൃതി, അതായത് സൃഷ്ടിക്കുക, പെർഫോം, ടു ഡു. അപ്പോൾ എന്തോ ഒന്ന് സൃഷ്ടിക്കപ്പെടുന്നു, അതാണ് കീർത്തിവർദ്ധനം. എന്താണ് സൃഷ്ടിക്കപ്പെടുന്നത്? ധർമ്മം. ധർമ്മത്തിലൂടെ ധർമ്മം തന്നെ സൃഷ്ടിക്കപ്പെടുന്നു. അതിലൂടെ കീർത്തി വർദ്ധിക്കും. എവിടെ? ലോകനാഥം മഹദ്ഭൂതം സർവഭൂതഭവോദ്ഭവം. സനാതനം എന്ന വാക്കിന്റെ മറ്റൊരർത്ഥതലമാണ്. ഒരിക്കലും അനാഥമാകാത്ത ഒരു അണ്ടബ്രഹ്മാണ്ടമാണിത്. അതിനാൽ സനാതനമാകുന്നു. അങ്ങനെയുള്ള അനാഥത്വം തരാത്തതാരോ അത് ലോകനാഥൻ അല്ലെങ്കിൽ ലോകനാഥ. അങ്ങനെയുള്ള ഈ ലോകനാഥം മഹദ്ഭൂതം, മഹത്തരമായ, മഹത്വമുള്ള ഭൂതം. ഭൂതമെന്നാൽ പഞ്ചഭൂതാത്മകമായ ഈ ലോകത്തെയാണ് ഭൂതം. അത് എങ്ങനെയാണ് നമ്മളിലേക്ക് എത്തുന്നത്? സർവഭൂത ഭവോദ്ഭവം, എല്ലാ ഭൂതങ്ങളുടെയും ഉദ്ഭവഭൂതം. എല്ലാ ഭൂതവും തുടങ്ങാൻ ഒരു ഭൂതം ഉണ്ടാവുമല്ലോ. ഭൂതം എന്നാൽ ഇവിടെ കാരണം. അപ്പോൾ ആ സർവഭൂതങ്ങളും തുടങ്ങാനായി ഉറവിടമായ മറ്റൊരു ഭൂതമുണ്ട്. ആ ഭൂതം സർവവ്യാപിയായ ശ്രീമന്നാരായണനായ മഹാവിഷ്ണു എന്ന ഭൂതാത്മകനാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ കൃത്യമായി അത് പറയുന്നത് എന്നാൽ, ധർമ്മത്തിലൂടെ, ധർമ്മത്തിൽ അധിഷ്ഠിതമായി നമ്മൾ ഈ ജപം തുടരുമ്പോൾ, യുധിഷ്ഠിര, വേറൊരു ധർമ്മവും നീ നാടേണ്ടതില്ല. അതായത് യുധിഷ്ഠിരനോട്, പേടിയോടുകൂടിയിരിക്കുന്ന യുധിഷ്ഠിരനോട് പറയുന്ന വരികളാണ് ഭീഷ്മാചാര്യൻ. അപ്പോൾ ഇവിടെ യുധിഷ്ഠിരൻ നമ്മളും ചേരും. നമ്മളും അതേ പേടിയോടുകൂടി സകല ആദിയും വ്യാധിയോടും കൂടിയാണ് പാരായണം ചെയ്യുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾ മാറുമോ, എന്തെങ്കിലും നല്ലത് സംഭവിക്കുമോ, അല്ലെങ്കിൽ ഉള്ളത് പോകാതിരിക്കണേ. ഈ തരം പ്രാർത്ഥനകളെല്ലാം ധർമ്മത്തിൽ അധിഷ്ഠിതമാണെങ്കിൽ ആ ബ്രഹ്മത്തിൽ എത്തിച്ചേരും, കീർത്തിവർദ്ധനവും ഉണ്ടാകും എന്നാണ് ഇവിടെ പറയുന്നത്. ബ്രഹ്മണ്യം സർവധർമ്മജ്ഞം ലോകാനാം കീർത്തിവർദ്ധനം ലോകനാഥം മഹദ്ഭൂതം സർവഭൂതഭവോദ്ഭവം. ശ്രീപത്മനാഭ നാരായണ ശരണം. ശാന്തി ശാന്തി ശാന്തി. പത്മ.